അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് പിണങ്ങിയിരുന്നാല് എത്ര നാളെ അങ്ങനെ ഇരിക്കുക? ചാകുന്നത് വരെ. എന്നാ പിന്നെ അതങ്ങ് വേഗമാകാനുള്ള വഴി നമുക്ക് ആലോചിക്കാമേ. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മരിക്കുന്നവരെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭേദം അങ്ങ് മരിക്കുന്നതല്ലേ? ഞാൻ ഇതിനു മുമ്പേ അത് ചെയ്തേനെ. പിന്നെയും വിചാരിച്ചു ഞാൻ ചത്താ പിന്നെ അങ്ങേർക്ക് ആരുണ്ടെന്ന്. ആർക്ക്? നിന്റെ തന്തയ്ക്ക്. കണ്ടോ? അപ്പൊ മനസ്സിന്റെ ഉള്ളിലൊരു പൊടി സ്നേഹമുണ്ട്. പൊടിയൊന്നുമല്ല, ആവശ്യത്തിനുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാര് പെണ്ണുങ്ങൾക്ക് ഭർത്താവെന്ന് വെച്ചാൽ ദൈവ. പക്ഷെ സാക്ഷാൽ ദൈവമേ ആയാലും വൃത്തികേട് കാണിച്ചാൽ വൃത്തികേട് തന്നെയാ. അതും പോരാഞ്ഞിട്ട് പിണങ്ങി മുഖം വീർപ്പിച്ച് കയറി ഇരിക്കുന്നു. ആരെ കാണിക്കാനാ? അങ്ങേർക്ക് എന്നോടൊന്ന് മിണ്ടിയല്ല എന്താ? എടി ചോറ് വിളമ്പിത്താടി, കാപ്പി കൊണ്ടുപാടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വായന നാക്കൊക്കെ തോന്നു പോവോ? അമ്മ കരയണ്ട, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. അച്ഛൻ മിണ്ടിയാ പിന്നെ അമ്മ വഴക്കുണ്ടാക്കൂലല്ലോ. ഏ അച്ഛന് വിശക്കുന്നില്ലേ? ഇന്ന് ജോലിക്കാരി പെണ്ണ് വന്നിട്ടില്ല. എനിക്ക് കൈക്ക് വല്ലാത്ത വേദന. ഒന്നും എടുക്കാനും വയ്യ, വയ്ക്കാനും വയ്യ. അപ്പൊ പിന്നെ ആഹാരം കഴിക്കണ്ടേ? ആരാ വിളമ്പുക? ആരാ അവിടെ വിളമ്പണത്? അമ്മ. അവൾക്കെന്താ വിളമ്പിയാല്? അച്ഛൻ എന്താ വിളമ്പാൻ പറഞ്ഞാല്? അതിനൊന്നും എന്നെ കിട്ടില്ല. അതിലും പേരും പട്ടിണിടന്ന് മരിക്കുക. ആരാ ആദ്യം മരിക്കാൻ നോക്ക? എനിക്കൊന്നും വേണ്ട. എനിക്ക് മരിക്കാനൊന്നും വയ്യ. ഞാൻ വല്ലതും കഴിക്കാൻ പോവാ. വിശക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടിരുന്നു. ഞാൻ വിളമ്പിത്തരാം. ശാലിയും കർമ്മധീരനുമായ ഒരാളുടെ മകൻ കുടുംബാംഗമാണെങ്കിലും അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്തൊരു അച്ചടക്കവും വിനയവും. ജയനെ പോലെ ഇത്രയും നല്ല ചെറുപ്പക്കാരനെ ഇക്കാലത്ത് മഷിയിട്ട് നോക്കിയപ്പോൾ നിന്നെ കിട്ടൂല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴൊരു കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാണ് കല്യാണം? മൂത്ത് നിറച്ചിട്ടോ? അതൊന്നുമല്ല, എനിക്ക് കുറച്ചുകൂടി ഡാൻസ് പഠിക്കണം. അതിനെന്താ? കല്യാണം കഴിഞ്ഞിട്ട് അവന് വിരോധമില്ലെങ്കിൽ നീ പഠിച്ചോ. വിരോധമാണെങ്കിലോ? എങ്കിൽ പഠിക്കണ്ടെന്ന് അത് പറ്റൂല. എനിക്ക് കല്യാണം വേണമെന്ന് തോന്നുമ്പോ ഞാൻ പറയാം. ദേ, നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കതിന് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടാതിരിക്കാൻ അജയൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ലച്ചാ, എനിക്കിഷ്ടം ബാലേട്ടനെയാണ്. ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല. അവന്റെ കാര്യം ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. അവിടെ ഒരു ബാലേട്ടൻ. എന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടല്ലേ കല്യാണം? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കല്യാണം ഇഷ്ടമല്ല. എന്താടി പറഞ്ഞത്? ഞങ്ങൾ നിശ്ചയിക്കുന്ന ആള് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ നിശ്ചയിക്കുന്ന ആൾക്ക് താലി കെട്ടാൻ ഒരു പെണ്ണിനെ കൂടി കണ്ടുവയ്ക്കുന്നതാണ് നല്ലത്. അധിക പ്രസംഗം വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അവൾ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. തീർന്നല്ല നിങ്ങളുടെ മോള്. ആ മരമണ്ടൂസിനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് അച്ഛൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ബാലേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇനി ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ, ഒളിച്ചോട്ടം. ഒളിച്ചോടാനോ? അതെ, ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ എന്തായാലും രണ്ടു കൂട്ടരും നമ്മളെ സമ്മതിക്കില്ല. ഒളിച്ചോടിയാൽ ആദ്യം ചെറിയ കശവിശയൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി മോളല്ലേ, മോളുടെ ഭർത്താവല്ലേ,
അനിയനല്ലേ, അനിയന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ തീർപ്പാക്കും. വെരി ഗുഡ്. ഇനി എപ്പോഴാ പ്രോഗ്രാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അങ്ങനെ പോയാ എന്റെ വെള്ളം കൂടി മുട്ടിപ്പോവല്ലോ. തനിക്ക് എന്താ വേണ്ടത്? അധികമൊന്നും വേണ്ട, ഒരു 1000 മണീസ് ഒന്ന് റേസ് ചെയ്യണം. തരാനിപ്പോ മനസ്സിലെങ്കിലോ? തരണ്ട. പക്ഷെ ഞാൻ ഈ വാർത്ത നോട്ടീസ് അടിച്ച് സൈക്കിൾ എടുത്ത് എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. തന്റെ പല്ല് ഞാൻ അടിച്ച് തെറിപ്പിക്കും. പൊന്നാശാനെ, ഈ വിദ്യ ഒന്നും വിദ്യാന്റെ അടുത്ത് നടക്കത്തില്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് എന്ന കാര്യം. കാഴോടെ മോനെ അടിച്ച് നിന്റെ ചെവിക്കുറ്റി ഞാൻ തെറിപ്പിക്കും. അടിച്ചോ ഇടിച്ചോ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ജീവൻ മാത്രം ബാക്കി ചെയ്യരുത്. എനിക്ക് ഉയരുണ്ടെങ്കിൽ ഞാൻ എഴഞ്ഞടന്ന് പറയും. ആഹാ, നീ പറയോടാ. പറയും, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയും. പറഞ്ഞു നോക്കടാ. ആഹാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദിത്യവർമ്മയുടെ മകൾ കാവേരിയും ശശിധരന്റെ അനിയൻ ബാലുവും ഇന്നോ നാളെയോ രാത്രികളെ ശുഭമുഹൂർത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ വഴിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം 1000 മണീസ്. അത് വീട്ടിൽ വന്ന് തരാം. പിന്നെ ചെക്കൊന്നും ഞാൻ സ്വീകരിക്കില്ല. ചെക്കൊക്കെ ഞാൻ വലിച്ചെറിയും. അക്കാര്യത്തിൽ എന്റെ ഗുരു ഈ ലോകത്തിൽ ഏറ്റവും വലിയ കള്ളനെന്ന് പറയപ്പെടുന്ന എന്റെ സ്വന്തം തന്തയാണ്. അങ്ങനെയുള്ള ചെക്ക് പോലും ഞാൻ സ്വീകരിക്കില്ല. സ്വീകരിച്ചാൽ അത് മാറില്ല. അപ്പോ വൈകുന്നേരം വീട്ടിൽ വെച്ച് കാണാം. ക്യാഷ് ആയി തരണം. ഓക്കെ? നിങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങളും നേരിടും. ഓർമ്മിക്കുക, ഞാനൊരു സഞ്ചരിക്കുന്ന മൈക്രോഫോണാണ്. 500 പോരെ മോനെ? പോരാ. എത്ര പറഞ്ഞാലും ഈ അച്ഛന് മനസ്സിലാവില്ല. ഒളിച്ചോട്ടത്തിന്റെ തുടക്കം തന്നെ കാറിലാണ്. പിന്നെ എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയാ കല്യാണം വൈകില്ലേ? ആ, ചിലപ്പോൾ വൈകും. ഇനി അയാൾ പോലീസിലോ മറ്റോ അറിയിച്ചാൽ ഒരു ചെയ്സ് തന്നെ വേണ്ടി വന്നേക്കും. എന്തായാലും പിറ്റേ ദിവസം ഞങ്ങള് മസ്കറ്റിൽ കാണും. കാവേരിയുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ല അല്ലേ? അച്ഛൻ ഒരുമാതിരി എച്ചിത്തരം പറയരുത്. അവൾ എന്റെ കൂടി ഒളിച്ചോടാന്ന് പറഞ്ഞത് തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മ സാറിന്റെ സകല സ്വത്തും നമുക്ക് അവകാശപ്പെട്ടതല്ലേ. പിന്നെ അച്ഛന് ഭാര്യക്കാരി അനുഭവിക്കാൻ 750 രൂപ പോരെ? 1000 രൂപയും വേണം. എന്റെ ദൈവമേ, ലോകത്തൊരു മകനും ഇങ്ങനെ ഒരു കഞ്ഞി അച്ഛനെ കൊടുക്കരുത്. അതിന്റെ ഇടയിലാണ് എണ്ണുന്നത്. ഇനിയിപ്പോ റൂം ബുക്ക് ചെയ്യണം, കാർ ഏർപ്പാട് ചെയ്യണം. മസ്കറ്റ് ഹോട്ടൽ വെച്ച് കാണാം. മോളെ മോളെ കാവേരി, മോളെ, ഞാൻ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നു. നിങ്ങൾ കുന്ത വിഴുങ്ങിയ പോലെ നിൽക്കുകയാണോ? എന്താ കാര്യം? കുന്തം മോളെ കാണുന്നില്ലെന്നേ. ആര്, കാവേരിയോ? ആ, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്ന് പോയി അന്വേഷിക്കുക. അവിടെയും നോക്കി ഇവിടെയും നോക്കി, എല്ലായിടത്തും അന്വേഷിച്ചേ. പിന്നെ അവൾ എവിടെ പോവാനാ? കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ? ഏത് ഏട്ടൻ? ഏതെങ്കിലും. ജയേട്ടൻ. Shut up. Break it. വരൂ സാർ. അങ്ങനെ ഇരുത്താമെന്ന് വിചാരിക്കണ്ട. വലതുകാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഭാഗ്യം. ഇതെന്താടാ, മണിയറയോ? ഇൻസ്പെക്ടർ, ഇതാണ് ജ്യേഷ്ഠൻ. ഓഹോ, പ്രതിയുടെ ജ്യേഷ്ഠൻ. അതെ. ഇവനെ കണ്ടിട്ടൊരു ക്രൈം ബ്രാഞ്ചിന്റെ ലക്ഷണം. എവിടാ പ്രതി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ സഹോദരൻ ഒളിച്ചോടിപ്പോയി. എവിടെടാ നിന്റെ സഹോദരൻ? ബോംബെ പോയി. എവിടെ? ബോംബെ. ബോംബെ. ഒറ്റയ്ക്കാണോ? കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോടാ? ഒറ്റയ്ക്കാണ് സാർ. സത്യം പറയടാ. ഒറ്റയ്ക്കാണ്. സത്യം. കള്ളം, പച്ച കള്ളം. നിനക്ക് 5 നിമിഷം സമയം തരുന്നു. അതിനുള്ളിൽ നിന്റെ അനിയൻ തൊണ്ടിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ചാവിട്ട് നിന്റെ എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുതേ. കുട്ടി, നിന്റെ അച്ഛനെവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്നാൽ അയാളും കൂടെ വരട്ടെ. 2 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് തട്ടി അകത്താക്കാം. ഇനി വെറും 15 നിമിഷം മാത്രം. 20 minutes. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം. നിര എങ്ങോട്ട് എത്ര അർജന്റായിട്ട് പോകുന്നത്? വായുവിളി വാങ്ങാനോ? കാര്യങ്ങളൊക്കെ കുഴപ്പമായെന്നാ തോന്നുന്നത്. വേലുവേട്ടൻ ഉടനെ വീട്ടിലോട്ട് വരണം. കാര്യം എന്താ? അതൊക്കെ പറയാം. വേഗം മീശ ഒട്ടിച്ചു വാ. ഇനി ഒരേ ഒരു നിമിഷം മാത്രം അവശേഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ. നമസ്കാരം. ഇരിക്കണം 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 ഇരിക്കണം. ആ സാറോ, എന്താ സാറേ വിശേഷം? കുന്തം. കുന്തം. ഈ കുന്തം സ്വന്തമായിട്ട് വാങ്ങാൻ വന്നതാണോ, അല്ല കാണാതെ പോയ കുന്തം അന്വേഷിക്കാൻ വന്നതാണോ, അല്ല ഈ നാട്ടുകാരുടെ കുന്തം? ആരാ ഇതാ? നിങ്ങളാരാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? സാറേ സാറേ തൊപ്പി ഒന്നും എടുക്കണം. ആ, ഇപ്പം ഗൂർക്കെ പോലെയുണ്ട്. ആ, ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട്.
ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം രാജരാജവർമ്മ, ജയന്റെയും അജയന്റെയും അച്ഛൻ. ഓഹോ, തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകളെയും അടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, സാറിന് തെറ്റിപ്പോയതാ. അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ എവിടെ പോയി? ബോംബ്, ഫുട്ബോൾ. ആ! വരട്ടെന്തറിയോ, എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും. പ്രഷർ ഉള്ളതാണ്. ഈ പ്രഷർ ഇങ്ങനെ കയറി കളയുന്നതിലോട്ട്. അതെ, മദ്രാശി വരെ പോയതാ. ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന്, ഒരുത്തം പറയുന്നു മദ്രാസിൽ പോയെന്ന്. ഇതെന്താ പിള്ളേർ കളിയോ? ഈ ബോംബെ വഴി മദ്രാശി പോവും. സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത്. അതെ, മദ്രാശി വഴി ബോംബെ പോകുന്നവരുണ്ട്, ബോംബെ വഴി മദ്രാശി പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച വൺ മിസ്റ്റർ ഗോവിന്ദൻ എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത്. ഓരോരു ശീലല്ലേ. ഇതിലെന്തോ ചതിയുണ്ട്. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. രണ്ടെണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് കുസ്തി ചെയ്യും. ഈ ചിലരെ ഞാൻ പിഴിയും. കേരള വണ്ടിയിൽ വേണ്ട, അജിൻ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരേ ഒരു നിമിഷം മാത്രം. എനിക്കൊരു നിമിഷവും വേണ്ട. ഓഹോ, അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? സാർ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർമാറാട്ട കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. സാർ, എന്റെ ഈ മീശ വർമ്മ, ഇതിലെന്തോ വലിയ ചതിയുണ്ട്. കൂടാതെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ മിന്നൽ പരമശിവൻ തകർക്കും. ജയൻ? ഞാനാണ് സർ ജയൻ. അപ്പോ അജയനോ? അജയനാണ് സർ ഞാൻ. അപ്പോ ജയന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാണ് ഇദ്ദേഹം. അജയന്റെ അച്ഛനോ? അല്ല സാർ, ആദ്യം ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ. മോളെ, ഇവിടെ മാറിക്കേ. മോളെ. മാറിക്കേ. ഓ ആ കുട്ടമ്പളെ, സർ ചെയ്യൂ. കുളിമുറി, പൂജാമുറി ഒന്നും വിടണ്ട. എല്ലാം നോക്കൂ. എടോ, സത്യം പറയണം. ആരാണ് ഈ ബാലു? എന്റെ അനിയനാണ്. അവനെവിടെ? അവനോടില്ല. ആട്ടെ, ബാലുവും കാവേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നോ? അല്ല. അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൂടെ ഇറങ്ങിപ്പോകാൻ? ഞാൻ അങ്ങനൊന്നും അല്ല എന്റെ മോളെ വളർത്തിയത്. ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത്. ശശിയും പാർവതിയോ? ശിവനും പാർവതിയല്ലേ? പെൺകുട്ടികളെ നേരെ ചൊവ്വേ വളർത്താൻ അറിയില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഞങ്ങളുടെ ബാലുവിനെ ഞങ്ങൾക്കറിയാം. തന്റെ അനിയനിലെ ബാലു, അവന്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട. അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. ഒരു ശീലാവതി. ഭാര്യയോട് മര്യാദയ്ക്ക് വർത്താനം പറയാൻ പറയണം. മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞില്ല. ഇന്നലെ കിട്ടുമല്ലോ, ഇന്നും കിട്ടും. എന്റെ പൊന്നു വക്കീൽ സാറെ, ഒരു ജാമ്യം അനുവദിച്ചു തന്നാലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം. ഞാൻ അവിടെ ഒരുത്തിന്റെ പകുതി ചൊരച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, മനസ്സിലായോ? ഒറ്റയെണ്ണമാണെങ്കിൽ പോകരുത്. നീതിയും ധർമ്മവും നടത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത്. കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് തായ്ക്കളെ വരുത്തേണ്ടി വരും. സാറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? സാറ് എന്നെ ഒന്ന് ഉത്സാഹിച്ച് പോട്ടെ. അല്ലാതെ എല്ലാവർക്കും കണ്ടുകൂടെ? ആരാണാവോ? സിഐഡി വേഷം മാറി വന്നു. സത്യം പറ സാറേ, മന്ത്രിയാണോ? അല്ല, കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? വെറും കുട്ടമ്പിള്ള. ഈ കേസിനെ പറ്റി എനിക്കെന്നറിയാം. പലതും അറിയാം. ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ സുരക്ഷിതരായിരിപ്പുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടലിന്റെ പേര് പറ. എനിക്ക് ഇപ്പൊ ഒരു അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല. അവർ മതിവിധ രാത്രി പിന്നിട്ട് കഴിഞ്ഞു. കുട്ടമ്പിള്ളേ, നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കാവേരി അവൾക്ക് അനുയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു.
അത് മറ്റാരുമല്ല എന്റെ മകൻ വിദ്യാധരൻ. അയ്യോ എന്റെ ഈശ്വര. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാ മതി. അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും. അയ്യോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും. ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും. എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാലയ്ക്ക് മാല, താലിക്ക് താലി, പുടവയ്ക്ക് പുടവ, എല്ലാം റെഡി. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോയി ജീപ്പിൽ കയറാം. എല്ലാവരും ജീപ്പിൽ കയറും. താൻ ആദ്യം കയറോ? വരും പോ. വരും. പോ. എന്റെ ചെല്ല്. മോനെ കാലമാടം കൊണ്ടുപോയി പോ. ഞാൻ എന്ത് ചെയ്യും? ആ. ആ ഞാൻ പറഞ്ഞു താൻ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ അളിയനോ? പോയി കയറണോ?